ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. എല്ലാവർക്കും പ്രണാമം. അധ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം ചതുർത്ഥാധ്യായം വാധരൂപ ഉപപത്തി പ്രകരണം തൃതീയ ബ്രാഹ്മണം സ്വയം ജ്യോതി ബ്രാഹ്മണം പഞ്ചമ മന്ത്രം. അസ്തമിത ആദിത്യേ യജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ ശാന്തേ അഗ്നൗ കിം ജ്യോതിഃ ഏവ അയം പുരുഷ ഇതി വാഗേവ അസ്യ ജ്യോതിഃ ഭവതി ഇതി വാചാ ഏവ അയം ജ്യോതിഷ ആസ്തേ പല്യയതേ കർമ്മ കുരുതേ വിപല്യേതി ഇതി തസ്മാദ് വൈ സമ്രാഡഭി യത്ര സ്വപാണിഃ ന വിനിർജ്ഞായതേ അധ യത്ര വാക് ഉച്ചരതി ഉപൈവ തത്ര നേതി ഇതി ഏവമേവ ഏതത് യാജ്ഞവൽക്യ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് തുടരാം. ജനക മഹാരാജാവിൻ്റെ സംശയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അഗ്നിഹോത്രത്തിനെ കുറിച്ച് ഒരിക്കൽ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതെല്ലാം കണ്ഠസ്ഥമാക്കി ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയെ കേൾപ്പിച്ചതിന് പാരിതോഷികമായി വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. ആ വരമാണ് ഇപ്പോൾ ജനക മഹാരാജാവ് അനേക കാലങ്ങൾക്ക് ശേഷം തൻ്റെ ഗുരുവായ യാജ്ഞവൽക്യ മഹർഷിയെ കണ്ടപ്പോൾ ചോദിച്ചത്. എൻ്റെ പ്രശ്നങ്ങൾക്ക് അങ്ങ് ദയവായി മറുപടി പറഞ്ഞാലും. അതിനുശേഷം പ്രശ്നം ഉന്നയിക്കുന്നതായിരുന്നു. സാധാരണ ജീവാത്മാക്കൾ വ്യവഹരിക്കുമ്പോൾ അവരുടെ ആ കർമ്മങ്ങൾ ചെയ്യുവാനായി സഹായിക്കുന്ന പ്രകാശമെന്ത്? ആദ്യം പറഞ്ഞു ആദിത്യൻ. അതിനുശേഷം ആദിത്യൻ്റെ അസ്തമയത്തിൽ, അല്ലെങ്കിൽ അസ്തമയം എന്ന് പറയുന്നേക്കാളും നല്ലത് അസാന്നിധ്യത്തിൽ. കാരണം ഉദയാസ്തമയം നമ്മുടെ കണ്ണിനല്ലേ സംഭവിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഉദയോ അസ്തമയമൊന്നും ആദിത്യനെ ബാധിക്കുന്നില്ല അല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വാക്കെടുക്കാം. അസാന്നിധ്യത്തിൽ ആരാണ് ജീവാത്മാക്കൾക്ക് വ്യവഹരിക്കുവാൻ സഹായിക്കുന്നത്? അപ്പോൾ ചന്ദ്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രൻ്റെ അസാന്നിധ്യത്തിൽ ആരാണ് എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ അഗ്നി നമ്മൾ വ്യവഹരിക്കുമ്പോൾ നമുക്ക് സഹായിക്കുന്നത് അഗ്നിയാണല്ലോ. അപ്പോൾ പണ്ടത്തെ കാലത്ത്, ഇപ്പോൾ ഇത് ത്രേതായുഗത്തിൽ നടക്കുന്നതുകൊണ്ട് അഗ്നി പറഞ്ഞു. ഇപ്പം നമ്മൾ മോഡേൺ യുഗത്തിൽ പഠിക്കുന്നത് കൊണ്ട് വെളിച്ചം അല്ലേ, അതായത് ലൈറ്റ് അല്ലേ, നമ്മുടെ വീട്ടിലെ അല്ലേ ലൈറ്റുകൾ അല്ലേ, അത് സഹായിക്കും നമുക്ക് വ്യവഹരിക്കാനായിട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയും അസാന്നിധ്യത്തിൽ നമുക്ക് വ്യവഹാരം നടത്തണമെങ്കിൽ, ഇപ്പം അന്ധനായ ഒരാൾ ഉദാഹരണം എടുക്കുകയാണ്, അവർക്ക് എന്താണ് വെളിച്ചം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. അപ്പം അവർക്ക് വ്യവഹാരം നടക്കുന്നത് അവരെങ്ങനെയാണ് വ്യവഹരിക്കുന്നത്? അതുപോലെ തന്നെ അന്ധത്വമില്ലാത്ത സാധാരണ നമ്മളെപ്പോലെയുള്ള ജീവാത്മാക്കളും സൂര്യൻ്റെ അസാന്നിധ്യം, ചന്ദ്രൻ്റെ അസാന്നിധ്യം, പിന്നെ വെളിച്ചത്തെ ലൈറ്റിൻ്റെ, നമ്മൾ ഈ ചെറുപ്പം മുതലേ വീട്ടിൽ ലൈറ്റൊന്നും അറിയില്ല, വെളിച്ചം ഇടുന്നു. അതുകൊണ്ട് എനിക്ക് വായിൽ അതേ വരുവുള്ളൂ, നിങ്ങൾ ക്ഷമിക്കുക. ലൈറ്റ്, അതിൻ്റെ അസാന്നിധ്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വ്യവഹരിക്കുക? അതാണ് ചോദ്യം. നമുക്ക് അതിലേക്ക്
പ്രവേശിക്കാം. പഞ്ചമമന്ത്രം. അസ്തമിത ആദിത്യേ യാജ്ഞവൽക്യ. അല്ലയോ യാജ്ഞവൽക്യ മഹർഷി, അസ്തമിത ആദിത്യ, ആദിത്യന്റെ അസാന്നിധ്യത്തിൽ. അപ്പൊ അസ്തമിത എന്ന വാക്കിന്റെ അർത്ഥം അസാന്നിധ്യേ അല്ലേ. ആദിത്യേ, ആദിത്യന്റെ, ആദിത്യേ സൂര്യന്റെ, എന്ന് വരുമ്പോ ആദിത്യേ സൂര്യന്റെ. അപ്പൊ യാജ്ഞവൽക്യന്റെ എന്ന് പറയുമ്പോ എന്താ, എങ്ങനെ എഴുതുക? അപ്പൊ യാജ്ഞവൽക്കേ, ജനകന്റെ, ജനകേ അല്ലേ. നിങ്ങള് ആ ഇത് വ്യാകരണം കൂടെ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചു പോവുക അല്ലേ. നചികേതസിന്റെ, നചികേതസേ അതുപോലെ അല്ലെ. ആദിത്യേ, ആദിത്യന്റെ അസാന്നിധ്യത്തിൽ. പിന്നെ ചന്ദ്രമസ്യ അസ്തമിതേ. അപ്പം അവിടെ എന്തായിരിക്കും? അസാന്നിധ്യേ, ചന്ദ്രന്റെ അസാന്നിധ്യത്തിൽ. പിന്നെ എന്താണ്? ശാന്തേ അഗ്നു. അപ്പൊ എന്താണ് ഇവിടെ ശാന്തേ എന്ന വാക്കിന്റെ അർത്ഥം അണയുക എന്നാണ് അല്ലെ. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അല്ലേ. ശാന്തേ, ശാന്തമാകുമ്പോൾ. ഇത് ആബ്സെൻസ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ശാന്തം എന്ന വാക്കിന് അല്ലേ. അപ്പൊ ശാന്തേ അഗ്നു എന്ന് വെച്ചാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് അല്ലേ. അഗ്നിയുടെ അസാന്നിധ്യത്തിൽ. അസാന്നിധ്യേ അഗ്നൗ. കിം ജ്യോതിഹി, എന്താണ് ജീവാത്മാക്കൾക്ക് ജ്യോതിസ്. അപ്പൊ ഇവിടെ ജ്യോതി എന്നുള്ള വാക്കിന്റെ മുന്നിൽ നമ്മൾ അധ്യാഹാരം ചെയ്യണം. വ്യവഹാരേ അല്ലെ വ്യവഹ്രിയതേ, രണ്ടും ശരിയാ. വ്യവഹരിക്കുന്നത് എന്തിന്റെ സാന്നിധ്യത്തിലാണ് അല്ലെ. കിം വ്യവഹാരേ അല്ലെങ്കിൽ വ്യവഹ്രിയതേ സാന്നിധ്യേ ജ്യോതിഹി. എന്തിന്റെ സാന്നിധ്യത്തിലാണ് സാധാരണ ജീവാത്മാക്കള് വ്യവഹരിക്കുക? ചന്ദ്രദേവതയുടെയും ഇല്ല, സൂര്യദേവനും ഇല്ല, നമ്മുടെ വീട്ടില് വെളിച്ചവും ഇല്ല, ഒന്നുമില്ല. നമ്മള് കുത്തിരുട്ടില് ഇരിക്കുകയാണ്. ഏവമയ പുരുഷ അല്ലെ ജീവാത്മാ ഇതി അല്ലെ. എങ്ങനെയാണ് ഇവര് ജീവാത്മാക്കൾ വ്യവഹരിക്കുന്നത്? അപ്പൊ യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറയുന്നു. വാക് ഏവ. വാക്ക് എന്നുള്ള ശബ്ദത്തിന് ആചാര്യസ്വാമികള് ഭാഷ്യത്തിൽ പറയുന്നത് ശ്രുതശബ്ദം, കേൾക്കുന്ന ശബ്ദം. അതാണ് വാക്ക് എന്ന വാക്കിന്റെ അർത്ഥവേ ഈ സന്ദർഭത്തിൽ. വാക്ക് എന്ന പദത്തിന്റെ അർത്ഥം ശ്രുതശബ്ദം. ശ്രുതം കേൾക്കുക, എന്ത് ശബ്ദം. ശ്രുതശബ്ദം എന്ന് വെച്ചാൽ കേൾക്കുന്ന ശബ്ദം, നമ്മള് ചെവിട് കൊണ്ട് കേൾക്കുന്നവ. വാഗേവ അസ്യ ജ്യോതിഹി ഭവതി അല്ലെ. എന്നുവെച്ചാ വാഗ് ഏവ അസ്യ, കേൾക്കുന്ന ശബ്ദങ്ങളാകുന്നു ജ്യോതിഹി എന്നുവെച്ചാ ജീവാത്മാക്കൾക്ക് വ്യവഹരിക്കുവാനുള്ള സഹായം അല്ലെ. വ്യവഹരിക്കുന്നതിന് സഹായിക്കുന്നത് വാഗാകുന്നു, നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളാകുന്നു. നമ്മൾ സംസാരിക്കുന്ന അല്ല കേട്ടോ അല്ലെ. സാധാരണ വാക്കെന്നുള്ളതിന് വാഗേന്ദ്രിയം എന്നാണല്ലോ, പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. വാക്കെന്നുള്ള പദത്തിന് ഇവിടെ അർത്ഥം ശ്രുതശബ്ദം. അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ എടുക്കുക. നമ്മള് സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രദേവതയെ കാണുന്നില്ല, നമ്മുടെ മുറി മുഴുവൻ അന്ധകാരമാണ്, ഇരുടാണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഇതുമില്ല, വെളിച്ചവും ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് വ്യവഹാരം നടത്തണം. നമ്മൾ സാധാരണ തപ്പി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ നമ്മൾ ചോദിക്കുക അല്ലെ, വിളക്ക് എവിടെയാ വെച്ചിരിക്കുന്നത്, അല്ലെ ടോർച്ച് എവിടെയാ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണ് വാതില് അല്ലെ, നമ്മൾ എങ്ങോട്ട് പോകുക. സാധാരണ നമുക്കറിയാം, നിത്യം വ്യവഹരിക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്കറിയാം, ശബ്ദത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഒന്നുമില്ലാത്ത ഒരവസ്ഥ. നമ്മളിപ്പം കാട്ടിലൊക്കെ പെട്ടുപോകുന്ന ആ അവസ്ഥയാണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങടും ദിശ അറിയില്ല. അപ്പോൾ നമ്മൾ എന്താണ്, ശബ്ദത്തിനനുസരിച്ച് കേൾവി അല്ലേ. ചിലപ്പം വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാം, പക്ഷികൾ കരയുന്ന ശബ്ദം കേൾക്കാം അല്ലെ, പല ശബ്ദങ്ങൾ. അപ്പൊ അല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെയോ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവിടെ ഒരു ജീവാത്മാവുണ്ട്
അല്ലേ? അതനുസരിച്ചാണ് ശബ്ദങ്ങൾ. നമ്മൾ എന്ത് ചെയ്യും? ആ ശബ്ദത്തിൻ്റെ ദിശയ്ക്കനുസരിച്ച് അല്ലേ, ഏത് ദിശയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് അങ്ങോട്ട് നമ്മൾ വ്യവഹരിക്കാൻ തുടങ്ങും അല്ലേ, അങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. അതുകൊണ്ടാണ് വാക്ക് എന്ന പദത്തിന് ഇവിടെ നമ്മൾ ശ്രുതശബ്ദമെന്ന് അധ്യാഹാരം ചെയ്തത്. അപ്പോൾ അതാകുന്നു സമ്രാട്ട് നമ്മൾ വ്യവഹരിക്കാനായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം പറയുന്നു വാച ഏവ. വാച എന്ന വാക്കിൻ്റെ അർത്ഥം ബാഹ്യ ശബ്ദേന അല്ലെങ്കിൽ ബാഹ്യ ശബ്ദം ഏവ. ഏവ എവിടെ ഉണ്ട്, അതുകൊണ്ട് 2 തവണ എഴുതണ്ട. വാച എന്ന വാക്കിൻ്റെ അർത്ഥം ബാഹ്യ ശബ്ദം. ബാഹ്യ ശബ്ദ ഏവ. ഒരുമിച്ച് പറയാണ് ബാഹ്യ ശബ്ദേന അല്ലേ. ബാഹ്യ ശബ്ദേനെന്ന് എഴുതുവാണെങ്കിൽ ഏവ വേണ്ട, അല്ലെങ്കിൽ പദം പിരിച്ച എഴുതെങ്കിൽ ബാഹ്യ ശബ്ദ ഏവ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം പിന്നീട്. വാച ഏവ എന്ന് വെച്ചാൽ ബാഹ്യ ശബ്ദേന. അയം ജ്യോതിഷ ആസ്തേ പല്യയതേ കർമ്മ കുരുതേ വിപല്യേതി ഇതി. ഇന്നലെ കണ്ടത് തന്നെ. അപ്പം ബാഹ്യ ശബ്ദേന എന്നാണ് നമ്മൾ അധ്യാഹാരം ചെയ്തത്. അതായത് നമ്മൾ കേൾക്കുന്ന ബാഹ്യ ശബ്ദങ്ങൾ, പുറമേ ഉള്ള ശബ്ദങ്ങൾ അല്ലെ, നമ്മളിൽ നിന്നും പുറമെ. നമ്മളിങ്ങനെ മനസ്സിൽ ഭാവന ചെയ്യുക, നമ്മൾ ഒരു ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് അന്ധകാരത്തിൽ പെട്ടുപോയി, നമുക്ക് അവിടെ നിന്ന് രക്ഷ നേടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, ആരെങ്കിലും ഉണ്ടോ അല്ലേ എന്ന് നമ്മൾ ഉറക്കെ നിലവിളിക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമ്മൾ ആ വഴിയെ സഞ്ചരിക്കും. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ സഹായത്തിനാൽ വാച ഏവ ബാഹ്യ ശബ്ദേന അല്ലെങ്കിൽ ബാഹ്യ ശബ്ദ ഏവ സഹായേന. അടുത്ത വാക്ക് ബാഹ്യ ശബ്ദ ഏവ സഹായേന. സഹായേന സഹായത്തിനാൽ അല്ലേ, ദ ഹെൽപ്പ് ഓഫ് നമ്മൾ പറയില്ല, അത് സഹായേന. അയം ജ്യോതിഷ. ആ സഹായം കൊണ്ട് ബാഹ്യ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്ന ആ ശബ്ദത്തിൻ്റെ സാന്നിധ്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ജ്യോതിഷ. ജ്യോതിഷ എന്ന് വെച്ചാൽ അതിൻ്റെ സഹായത്തിനാൽ നമ്മൾ വ്യവഹാരം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലേ. ഈ കിഴക്ക് ദിശയിൽ നിന്ന് ശബ്ദം വന്ന് അപ്പോൾ അവിടെ ആരെങ്കിലും കാണും അല്ലേ, അവിടെ ജീവൻ്റെ സാന്നിധ്യം കാണും, അപ്പോൾ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ, അങ്ങോട്ട് ചലിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ ജ്യോതിഷ ആ സഹായത്തിനാൽ നമ്മൾ വ്യവഹാരം ചെയ്യും. എന്തൊക്കെ വ്യവഹാരം? ആസ്തേ അല്ലെ, ഇരിക്കുക, പല്യതേ നടക്കുക, കർമ്മകുരുതേ കർമ്മങ്ങൾ ചെയ്യുന്നത്, വിപല്യത തൊട്ട് മുമ്പത്തെ മന്ത്രത്തിൽ തന്നെ ഉള്ള വാക്കുകൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാരം ഇത്രയേ ഉള്ളൂ. കർമ്മകുരുതേ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നെങ്കിലും അല്ലേ, ബാഹ്യ ശബ്ദങ്ങളുടെ സഹായത്തിനാലാണ് അല്ലയോ സാമ്രാട്ട്. അത് കഴിഞ്ഞ് തസ്മാത് വൈ സമ്രാഡഭി. തസ്മാത് വൈ എന്നാണ്. തസ്മാത് വൈ സമ്രാട് അഭി യത്ര സ്വപാണിഹി ന വിനിർജ്ഞായതേ. അല്ലയോ സാമ്രാട്, ഈ സ്വപാണി സ്വന്തം കൈകൾ പോലും. ഇപ്പോൾ സ്വ എന്ന് വെച്ചാൽ സ്വജീവാത്മാ. ഏതൊരു ജീവാത്മാവാണോ വ്യവഹാരം നടത്തുന്നത് ആ ജീവാത്മ. ഇപ്പോൾ സ്വ എന്നുള്ളിടത്ത് നമ്മുടെയൊക്കെ പേര്, നമ്മൾ ഓരോരുത്തരും അല്ലേ വ്യവഹാരം ചെയ്യുന്നത് എന്ത്? സ്വപാണി സ്വന്തം കൈകൾ പോലും അല്ലേ. നമുക്ക് എന്താണ്? ന വിനിർജ്ഞായതേ, ഒട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്. അതായത് നമ്മൾ എവിടെയാ നിൽക്കുന്നെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്ര. ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ അന്ധകാര അവസ്ഥയാം. പൂർണ്ണ അന്ധകാര അവസ്ഥയാം, അവസ്ഥയിൽ. പൂർണ്ണ അന്ധകാര അവസ്ഥയാം. അതാണ് ഉദാഹരണമായിട്ട് സ്വപാണി പറഞ്ഞു. നമ്മുടെ കൈ പോലും എവിടെയാണ് എന്ന് നമ്മൾ തപ്പി നോക്കണം അല്ലെ. അതുപോലും അറിയാത്ത പൂർണ്ണ അന്ധകാരമുള്ള ആ അവസ്ഥയിൽ
അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തസ്മാത് വൈ, അത് ആ അവസ്ഥയെക്കുറിച്ചാണ് ഹേ സമ്രാട്ട് ഞാൻ അങ്ങയോട് ഉദാഹരണമായി പറഞ്ഞത്. അല്ലെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദ്യം: സൂര്യന്റെ അസാന്നിധ്യം, ചന്ദ്രന്റെ അസാന്നിധ്യം, അഗ്നിയുടെ അസാന്നിധ്യം, അല്ലെ വെളിച്ചത്തിന്റെ ഒട്ടും ഒരു വെളിച്ചവും കടന്നു വരാത്ത ആ പൂർണ്ണ അന്ധകാരാവസ്ഥയിൽ എന്താണ് ചെയ്യുക? നമുക്ക് വ്യവഹാരം നടത്തുവാൻ സഹായിക്കുന്നത് നമ്മളെ ശബ്ദമാകുന്നു. അതാണ് പറഞ്ഞത്. അതിനുശേഷം പറയുന്നു അധാ വാക് ഉച്ചരതി ഉപൈവ തത്ര ന ഇതി ഇതി. അല്ലെ, അധ എന്ന് വെച്ചാൽ പക്ഷേ, ബട്ട് നമ്മൾ പറയാറില്ലേ, കിന്തു എന്ന് ഇന്നലെ എഴുതിയില്ല, അത് തന്നെ അധ, പക്ഷേ. എത്ര വാക്കുച്ചരതി? ഉപയേവ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വാക്കുച്ചരിക്കുന്നത്, ശബ്ദം പുറപ്പെടുവിക്കുക. വാക്കുച്ചരിക്കുക എന്നതിന് ശബ്ദം പുറപ്പെടുക. ആ ശബ്ദത്തിന്റെ എവിടെന്നെങ്കിലും വാക്കുച്ചരിന്ന് വെച്ചാൽ സ്വസ്യവാക്കെന്നല്ല കേട്ടോ, നമ്മുടെ വാക്കുച്ചരിക്കുന്നതല്ല. നമ്മളിന്ന് ബാഹ്യ. അപ്പൊ ഇവിടെ അധ്യാഹാരം ചെയ്യണം. അധ കോമ എത്ര ബാഹ്യവാക്ക് ഉച്ചരതി. പുറത്തുനിന്ന് ആരെങ്കിലും, അതായത് നമ്മളല്ല, വേറെ ആരെങ്കിലും, വേറെ ഏതെങ്കിലും ഒരു ജീവാത്മാവ് വാക്ക് ഉച്ചരിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് ഉപഏവ ഉപന്നേതി, അല്ലെ, നയിക്കുക. ആ അർത്ഥമാണിത്. ഉപൈവ എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് ഉപന്നേതി. ഉപന്നേതി എന്ന് വെച്ചാൽ നയിക്കുക. ഇപ്പോൾ നമ്മൾ ഇരുട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ ആ വാക്കുച്ചരിക്കുന്ന ആരുടെയെങ്കിലും ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിനനുസരിച്ച് നമ്മളെ അവരെന്ത് ചെയ്യും? ആ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ മുന്നോട്ട് നയിക്കും. എങ്ങടാണോ നമ്മൾക്ക് വ്യവഹാരം നടത്തേണ്ടത് ആ ദിശയിലേക്ക് വ്യവഹരിക്കുവാൻ ഈ ശബ്ദ സാന്നിധ്യം നമ്മളെ സഹായിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഉപൈവ തത്ര എഴുതിക്കോളൂ. അധ എത്ര വാക്, അതിന്റെ മുന്നിലായിട്ട് ബാഹ്യ എന്ന വാക്ക് അധ്യാഹാരം ചെയ്യുക. അധ കോമ എത്ര ബാഹ്യ വാക് അല്ലെങ്കിൽ ബാഹ്യ ശബ്ദ, രണ്ടും ശരിയാണ്. വാക്ക് എന്നുള്ളതിന് ഇവിടെ ശബ്ദ എന്നാണ് അർത്ഥം. ബാഹ്യ ശബ്ദ ഉച്ചരതി, ഉച്ചരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളല്ലാണ്ട് നമ്മളെ സഹായിക്കുവാനായിട്ട് വ്യവഹാരത്തിൽ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുട്ട് ബാധിച്ചാൽ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് ഉപഏവ എന്ന വാക്കിന് ഈ സന്ദർഭത്തിലെ അർത്ഥം ഉപന്നേതി, ഉപനയിക്കുക, ടു ലീഡ് എന്നുള്ള അർത്ഥം. ഉപന്നേതി നയിക്കുക, അതായത് നമ്മളെ ആ വഴി കൂടെ നയിക്കുക. അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? അന്തേനൈവ അന്തം, അല്ലേ, നീയമാനായ യഥാന്ത. നമ്മൾ മുണ്ടകത്തിലും കടത്തിലും ഒക്കെ പഠിച്ചില്ലേ? നിയമാനം, നയിക്കുക. ടു ലീഡ് എന്നുള്ള അർത്ഥം. ലീഡർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നയിക്കുന്നവൻ, നേതാ. അതാണ് ഉപന്നേതി എന്ന് വെച്ചാൽ നയിക്കുക. അപ്പൊ ഉപൈവ എന്ന വാക്കിന് ഈ സന്ദർഭത്തിലെ അർത്ഥം ഉപന്നേതി. ഉപന്നേതി എന്ന് വെച്ചാൽ നയിക്കുക. ഉപന്നേതി. അപ്പൊ ആരെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ച ആ ശബ്ദത്തിനനുസരിച്ച് നമ്മളെ ഈ പൂർണ്ണ അന്ധകാരത്തിൽ നിന്ന് അവർ നമ്മളെ നയിച്ച്, അല്ലെ, ഉപന്നേതി. ഇവിടെ മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിലും ഉണ്ട്, വേർഡ് ബൈ വേർഡിൽ കണ്ടോ, ഉപന്നേതി. ഉപന്നേതി എന്ന വാക്കിന് സ്വാമിജി എഴുതിയിരിക്കുന്ന അടുത്ത് വരിക തന്നെ ചെയ്യുന്നു. ഉപന്നേതി എന്ന് വെച്ചാൽ നയിക്കുക എന്നർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ശബ്ദമാണോ ആ ശബ്ദത്തിനനുസരിച്ച് ആ ശബ്ദം നമ്മളെ നയിക്കും. അല്ലേ, ഇങ്ങടാണ്, ഈ കിഴക്ക് ദിശയിലാണ് അല്ലെങ്കിൽ തെക്ക് ദിശയിലാണ് ശബ്ദം കേൾക്കുന്നത്, അപ്പം ഞാൻ വലത്തോട്ട് തിരിയണം, ഇടതോട്ട് തിരിയണം ഇത്യാദി
നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സഹായത്തിനാൽ അല്ലെ, അതിനാൽ എന്ത് ചെയ്യും? ജീവാത്മാക്കൾ വ്യവഹരിക്കുന്നു. അല്ലാണ്ട് സാധിക്കില്ല. നാ ഇതി, അല്ലാണ്ട് പൂർണ്ണ അന്ധകാരത്തിൽ ഈ ശബ്ദം പോലും ഇല്ലാണ്ട് ജീവാത്മാക്കൾക്ക് വ്യവഹാരം, കർമ്മം ചെയ്യുവാൻ നാ ഇതി സാധ്യമല്ല. അതാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയാം അല്ലേ? ചന്ദ്രന്റെ അസാന്നിധ്യം, സൂര്യന്റെ അസാന്നിധ്യം, അഗ്നിയുടെ അസാന്നിധ്യത്തിൽ എങ്ങനെയാണ് വ്യവഹരിക്കുന്നതെന്ന് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി ശബ്ദമനുസരിച്ച്, നമ്മളുടെ ശ്രവണേന്ദ്രിയത്തിന്റെ സഹായത്തിനാൽ ആ കേൾക്കുന്ന ശബ്ദമനുസരിച്ച് കർമ്മം ചെയ്യാൻ സാധിക്കും. ആ കർമ്മത്തിനനുസരിച്ചാണ് ജീവാത്മാക്കൾ വ്യവഹരിക്കുക. ജനക മഹാരാജാവ് അത് കേട്ടിട്ട് പറഞ്ഞു, ഏവമേവ ഏതത് യാജ്ഞവൽക്യ. ശരി ശരി, അയം തൃപ്തഃ അല്ലേ, ഞാൻ അങ്ങയുടെ മറുപടിയിൽ അല്ലേ, ആ ആൻസറിൽ, അങ്ങയുടെ എൻ്റെ ചോദ്യത്തിനുള്ള അങ്ങയുടെ ഉത്തരത്തിൽ അയം തൃപ്തഃ അല്ലേ, അങ്ങയുടെ ഉത്തരത്തിൽ ഞാൻ തൃപ്തനാണ്. എനിക്ക് അതിൽ ഒരു വാദപ്രതിവാദമോ അല്ലെങ്കിൽ സംശയമോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. അടുത്ത മന്ത്രം 6-ാമത്തെ മന്ത്രം, 7-ാമത്തെ മന്ത്രം നിങ്ങൾ പുസ്തകത്തിൽ കുറിച്ച് വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് മന്ത്രമാണ്. ഒന്നും കാണാണ്ടൊന്നും പഠിക്കാനില്ല. 7-ാമത്തെ മന്ത്രത്തിന്റെ ലാസ്റ്റ് വരി മാത്രം ഒന്ന് കാണാണ്ട് പഠിക്കാനുള്ളൂ. ധ്യായദൈവ ലീലായദൈവ എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, സ്വയം ജ്യോതി ബ്രാഹ്മണത്തിന്റെ കാതലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ തുടങ്ങാം യാജ്ഞവൽക്യ മഹർഷിയോട്. ഷഷ്ടമന്ത്രം അല്ലെ, അസ്മിന്നിത ആദിത്യേ യാജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ. അസ്തമിത ആദിത്യേ യാജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ ശാന്തേ അഗ്നൗ ശാന്തായാം വാജി. അല്ലേ, എളുപ്പമല്ലേ? കിം ജ്യോതിഹി ഏവ അയം പുരുഷ ഇതി. ആത്മായേവ, അണ്ടർലൈൻ ചെയ്യുക അത്, ആത്മായേവ. ഇതാരുമില്ല നമുക്ക്, നമ്മളെ സഹായിക്കാൻ ശബ്ദവുമില്ല, പ്രകാശം നൽകാനായിട്ട് ഭഗവാൻ സൃഷ്ടിച്ച അഗ്നിദേവനില്ല, ചന്ദ്രദേവനില്ല, ആദിത്യനില്ല, ആരുമില്ലാണ്ടുള്ള ആ അവസ്ഥയിൽ നമുക്ക് ജീവിക്കണ്ടേ, വ്യവഹരിക്കണ്ടേ? എങ്ങനെ വ്യവഹാരം നടത്തും? ആത്മായേവ ജ്യോതി അസ്യ ജ്യോതിഹി ഭവതി ഇതി. അത്രയും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ആത്മാ ഏവ അസ്യ ജ്യോതിഹി ഭവതി ഇതി. അല്ലേ, നമ്മളെ നയിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളെന്ന് പറയും. ആത്മാ ഏവ അയം ജ്യോതിഷ ആസ്തേ പല്യയതേ കർമ്മ കുരുതേ വിപല്യതേ. ബാക്കിയെല്ലാം റിപ്പീറ്റേഷൻ ആണ്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അസ്തമിത ആദിത്യേ യാജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ ശാന്തേ അഗ്നൗ ശാന്തായാം വാജി കിം ജ്യോതിഹി ഏവ അയം പുരുഷ ഇതി. ആത്മാ ഏവ അസ്യ ജ്യോതിഹി ഭവതി ഇതി. ആത്മാ ഏവ അയം ജ്യോതിഷ ആസ്തേ പല്യയതേ കർമ്മ കുരുതേ വിപല്യേതി ഇതി. അസ്തമിത ആദിത്യേ യാജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ ശാന്തേ അഗ്നൗ ശാന്തായാം വാജി കിം ജ്യോതിഹി ഏവ അയം പുരുഷ ഇതി. ആത്മാ ഏവ അസ്യ ജ്യോതിഹി ഭവതി ഇതി. ആത്മാ ഏവ അയം ജ്യോതിഷ ആസ്തേ പല്യയതേ കർമ്മ കുരുതേ വിപല്യേതി ഇതി. എളുപ്പല്ലേ? അല്ലേ? ആദിത്യ ഒന്നും പറയണ്ട. അസ്തമിത ആദിത്യ അല്ലേ, ആദിത്യന്റെ അസാന്നിധ്യത്തിൽ
യാജ്ഞവൽക്യ അല്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവ് ചോദിക്കുന്നു. ചന്ദ്രമസ്യ അസ്തമിതേ, ചന്ദ്രമസ്യ അസാന്നിധ്യേ, ശാന്തേ അഗ്നൗ, അല്ലെ അസ്തമിത അഗ്നൗ അല്ലെങ്കിൽ അഗ്നൗ അസാന്നിധ്യേ, അഗ്നിയുടെ അസാന്നിധ്യത്തിൽ, ശാന്തായാം വാചി എന്ന് വെച്ചാൽ എന്താണ്? ശ്രുത ശബ്ദ അസാന്നിധ്യേ, ശ്രുത ശബ്ദ അസാന്നിധ്യേ അല്ലേ? ശാന്തായം വാജി എന്ന വാക്കിന്റെ അർത്ഥം ശ്രുത ശബ്ദ അസാന്നിധ്യേ എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കുന്നതിൻ്റെ, ആ കേൾക്കുന്ന ശബ്ദത്തിന്റെ അസാന്നിധ്യത്തിൽ. അല്പം നമുക്ക് ചെവിട് കേൾക്കാൻ പറ്റില്ല, അവർക്കും വ്യവഹരിക്കണ്ടേ അല്ലേ? അപ്പൊ അവരെയും കൂടെ അഡ്രസ് ചെയ്യാണ് യാജ്ഞവൽക്യ മഹർഷി. കിം ജ്യോതിഹി ഏവായം പുരുഷ ഇതി, അല്ലേ? പുരുഷ ജീവാത്മാ വ്യവഹ്രിയതേ കിം ജ്യോതി, എങ്ങനെയാണ് ജീവാത്മാക്കൾ വ്യവഹരിക്കുന്നത്? കേൾക്കാനും പറ്റുന്നില്ല അല്ലേ? ദേവതകളും ഇല്ല, അപ്പൊ അവർക്ക് വ്യവഹാരം നടത്തണ്ടേ? അപ്പം അവരെങ്ങനെ വ്യവഹരിക്കും? അതിനുശേഷം ഇവിടെ പറയുന്നു, കുറച്ച് എഴുതാനുണ്ട്, എഴുതുക എല്ലാവരും യാജ്ഞവൽക്യ മഹർഷി പറയുന്നതിന്. മന്ത്ര ദ്വിതീയ ച പഞ്ചമ, മന്ത്ര അല്ലെ മന്ത്രം എങ്ങനെ വേണേലും എഴുതാം. മന്ത്ര ദ്വിതീയ ച പഞ്ചമ എന്ന് വെച്ചാൽ മന്ത്രം 2 to 5 എങ്ങനെ എഴുതും സംസ്കൃതത്തിൽ? ദ്വിതീയ ച പഞ്ചമ, 2 മുതൽ ദ്വിതീയ ച പഞ്ചമ 5 വരെ. മന്ത്ര ദ്വിതീയ ച പഞ്ചമ ജാഗ്രത് ശരീര വ്യവഹാര പരാമർശനം. ജാഗ്രത് ശരീരം എന്ന് വെച്ചാൽ ജീവാത്മാ ശരീരം കേട്ടോ, വേണ്ടല്ലോ അത്, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ജാഗ്രത് ശരീര വ്യവഹാര പരാമർശനം. മന്ത്ര ദ്വിതീയ ച പഞ്ചമ ജാഗ്രത് ശരീര വ്യവഹാര പരാമർശനം, കോമ. അഥവാ ബാഹ്യജ്യോതി പരാമർശന മന്ത്രം അല്ലെങ്കിൽ ഭാഗം, എന്ത് വേണേലും എഴുതാം. ബാഹ്യജ്യോതി പരാമർശന മന്ത്രം, ബാഹ്യജ്യോതി പരാമർശന ഭാഗം, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയേ. കോമ ബാഹ്യജ്യോതി പരാമർശന മന്ത്രം, കോമ. ഷഷ്ടമന്ത്രം, മന്ത്ര 6th മന്ത്ര അല്ലെ? ഷഷ്ടമന്ത്രം ബാഹ്യജ്യോതി അഭാവ അവസ്ഥ, ബാഹ്യജ്യോതി അഭാവ അവസ്ഥ സ്വപ്നാവസ്ഥ പരാമർശനമേവ. സ്വപ്നാവസ്ഥ പരാമർശനം ഏവ അസ്തി, അസ്തി ആകുന്നു എന്നുള്ള അർത്ഥം. സ്വപ്നാവസ്ഥ പരാമർശന ഏവ അസ്തി. ഒന്നുകൂടെ പറയാം. മന്ത്ര ദ്വിതീയ ച പഞ്ചമ ജാഗ്രത് ശരീര വ്യവഹാര പരാമർശനം അഥവാ ബാഹ്യ ജ്യോതി പരാമർശന മന്ത്രം. ഷഷ്ടമന്ത്രം ബാഹ്യജ്യോതി അഭാവ അവസ്ഥ സ്വപ്നാവസ്ഥ
പരാമർശന ഏവ അസ്തി. അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലേ, നമുക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല്ലേ, എന്നോടൊപ്പം നിങ്ങളും പറയുക. മന്ത്ര ദ്വിതീയച്ച പഞ്ചമ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമത്തെ മന്ത്രം മുതൽ 5 വരെയുള്ള മന്ത്ര ജാഗ്രത ശരീര വ്യവഹാര പരാമർശനം എന്ന് വെച്ചാൽ എന്താ? ഒരു ജീവാത്മാവ് ഉണർന്നിരിക്കുമ്പോൾ, അതാണ് ജാഗ്രത ശരീരം. അത് രാത്രി പകല് എന്നൊന്നുമില്ല കേട്ടോ. ജാഗ്രത ശരീരം എന്ന് വെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ, അത് രാത്രി 1 മണിയാണേലും ഉച്ചയ്ക്ക് 1 മണിയാണേലും ഒക്കെ, അല്ലേ? ജാഗ്രത ശരീര വ്യവഹാര പരാമർശനം. നമ്മൾ വ്യവഹരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴുള്ള വ്യവഹാരങ്ങളൊക്കെ നടക്കുക. അതായത് നമ്മൾ സ്വപ്നം കാണുമല്ല, നമ്മൾ ഗാഠനിദ്രയിലുമല്ല, വേക്കിംഗ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന വ്യവഹാരങ്ങളെ കുറിച്ചാണ് പരാമർശനം. അല്ലേ, ഇവിടെ മന്ത്രം 2 മുതൽ 5 വരെ ഡിസ്കസ് ചെയ്തത്, പരാമർശിച്ചത്. അല്ലേ, അല്ലേ, പരാമർശനം എന്ന് വെച്ചാൽ ഡിസ്കഷൻ എന്നുള്ള അർത്ഥമാണ്, അതായത് പോയിന്റ് ഔട്ട് എന്നുള്ള അർത്ഥമല്ല ഇവിടെ കേട്ടോ. ഇവിടെ പരാമർശനം എന്ന വാക്കിന് ഡീറ്റെയിൽ എലാബറേഷൻ എന്നുള്ള അർത്ഥം. അല്ലേ, നമ്മൾ വിസ്തരിച്ച് യാജ്ഞവൽക്യ മഹർഷി ചോദ്യത്തിനെല്ലാം മറുപടി പറഞ്ഞത് എന്താണ്? ഉണർന്നിരിക്കുമ്പോൾ, ഒരു ജീവൻ ഉണർന്നിരിക്കുമ്പോൾ അവരുടെ വ്യവഹാരം, അവരെങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്, ആ കർമ്മം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നത് ആദിത്യന്റെ അസാന്നിധ്യത്തിൽ ചന്ദ്രൻ, ചന്ദ്രന്റെ അസാന്നിധ്യത്തിൽ, ഇവർ 2 പേരുടെ അസാന്നിധ്യത്തിൽ അഗ്നി, ഇവർ 3 പേരുടെ അസാന്നിധ്യത്തിൽ ശബ്ദം. അത്രയും പറഞ്ഞു കൊടുത്തു. അല്ലേ, അഥവാ, അതായത്, അഥവാ എന്ന് വെച്ചാൽ അതായത്, അല്ലേ, ബാഹ്യ ജ്യോതി പരാമർശനം. തന്നിൽ നിന്നും പുറമേയുള്ള ജീവാത്മാക്കൾ ഉണർന്നിരിക്കുമ്പം വ്യവഹരിക്കുന്ന തന്നിൽ നിന്നും പുറമേയുള്ള ഈ ചന്ദ്രൻ്റെയോ സൂര്യൻ്റെയോ അഗ്നിയുടെയോ കേൾക്കുന്ന ശബ്ദങ്ങളുടെയൊക്കെ സഹായത്തിനാലാണ് അവർ വ്യവഹാരം, കർമ്മം ചെയ്യുന്നത് എന്നാണ് മന്ത്ര 225 ഡിസ്കസ് ചെയ്തത്. മന്ത്ര 6, അല്ലേ, ഷഷ്ടമന്ത്രം എന്താണ്? ബാഹ്യ ജ്യോതി അഭാവ അവസ്ഥ. അതായത് ഇവരൊന്നുമില്ല. ഏത്? നമ്മൾ പറഞ്ഞ ഇവർ 4 പേരും, ആദിത്യനില്ല, ചന്ദ്രദേവതയില്ല, അഗ്നിദേവതയില്ല, ബാഹ്യ ശബ്ദങ്ങളില്ല, അല്ലെ? ഈ 4ൻ്റെയും അഭാവം, അതാണ് ബാഹ്യ ജ്യോതി അഭാവം. ഇവരുടെയൊക്കെ അഭാവ അവസ്ഥയിൽ, ആ അവസ്ഥയെ സ്വപ്നാവസ്ഥ. ജാഗ്രത കഴിഞ്ഞു, ഇനി സ്വപ്നത്തിൽ വ്യവഹരിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്വപ്നാവസ്ഥ പരാമർശന ഏവ അസ്തി. ഇനിയും പറയാൻ പോകുന്ന ടോപ്പിക്ക് സ്വപ്നാവസ്ഥയെ കുറിച്ചാണ്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണുമല്ലേ? ഇവരെല്ലാവരും ഉണ്ട്. ആദിത്യൻ്റെ ചിലപ്പോൾ കാണും, അല്ലേ? ചിലപ്പോൾ നമ്മൾ അഗ്നിദേവതയുടെ സാന്നിധ്യത്തിൽ, അല്ലേ? പല വിധത്തിലാണ് ഈ ആരുടെയൊക്കെ സഹായം കൊണ്ട്. അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ സ്വപ്നം കാണുമ്പോൾ ഇവരാരും നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ എങ്ങനെയാണ് വ്യവഹാരം നടത്തുന്നത് എന്നാണ് യാജ്ഞവൽക്യ മഹർഷി പറയാൻ പോകുന്നത്. അതാണ് സ്വപ്നാവസ്ഥ പരാമർശന ഏവ അസ്തി. അവസ്ഥയെക്കുറിച്ച്, എങ്ങനെയാണ് സ്വപ്നത്തിൽ നമ്മൾ ഈ ദേവതകളുടെയൊക്കെ സഹായമില്ലാതെ വ്യവഹാരം നടത്തുന്നത് എന്നാണ് ഞാനിനി പറയാൻ പോകുന്നത്. അല്ലേ, ഷഷ്ടമന്ത്രം പകുതി വരെ നമ്മൾ കണ്ടു. ഇവരുടെയൊക്കെ അസാന്നിധ്യത്തിൽ, ആദിത്യ അസാന്നിധ്യേ, ചന്ദ്ര അസാന്നിധ്യേ, അഗ്നി അസാന്നിധ്യേ, ശ്രുത ശബ്ദ അസാന്നിധ്യേ കിം വ്യവഹാരം കുര്യാത്, എങ്ങനെയാണ് വ്യവഹരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഇവിടെ അഡ്രസ്സ് ചെയ്യുക. ഇവരാരുമില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അല്ലേ? ആദിത്യ ദേവതയില്ല, ചന്ദ്രനില്ല, വെളിച്ചമില്ല, ഒന്നുമില്ലാണ്ട് ഞാനിങ്ങനെ പൂർണ്ണ അന്ധകാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ വ്യവഹാരം നടത്തും, അതിനെക്കുറിച്ചാണ് ഇനിയും പറയുന്നത്. യാജ്ഞവൽക്യ മഹർഷി ചോദ്യം കേട്ടിട്ട് ജനക മഹാരാജാവിനോട് മറുപടി പറയുകയാണ്. ആത്മാ ഏവ അസ്യ ജ്യോതിഃ ഭവതി ഇതി. യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ് അത്.
ആത്മാ ഏവ അസ്യ ജ്യോതിഹി എന്ന് വെച്ചാല് ആദിത്യൻ, ചന്ദ്രൻ, അഗ്നി, ബാഹ്യശബ്ദ അസാന്നിധ്യേ ആത്മാ ഏവ ജ്യോതി. അത്രയും വാക്ക് അധ്യാഹാരം ചെയ്യണം. മനസ്സിലാക്കിയാലും മതി, എഴുതണമെന്നില്ല. ആത്മാ എന്ന ശബ്ദത്തിന്റെ പൂർവപദമായിട്ട്, പ്രിഫിക്സ് ആയിട്ട്, മുന്നിലായിട്ട് എന്താണ് എഴുതണം? ആദിത്യൻ, ചന്ദ്രൻ, അഗ്നി, ബാഹ്യശബ്ദ ശബ്ദം ഇല്ല കേട്ടോ, ബാഹ്യശബ്ദ മകാരമില്ല, ബാഹ്യശബ്ദ അസാന്നിധ്യേ ആദിത്യ, ചന്ദ്ര, അഗ്നി, ബാഹ്യശബ്ദ അസാന്നിധ്യേ. അസാന്നിധ്യേ എന്ന് പറഞ്ഞാൽ അസാന്നിധ്യത്തിൽ, അബ്സെൻസ് ഓഫ് എന്ന് നമ്മൾ പറയില്ല, അതാണ് അസാന്നിധ്യേ. ആത്മാ, അതിനു ശേഷമാണ് ആത്മാ എന്നുള്ള വാക്ക്, പദം. ആത്മാ ഏവ, ആത്മാവ് മാത്രമാകുന്നു. ഏവ, ദാറ്റ് ഇറ്റ്സെൽഫ് എന്ന് നമ്മൾ പറയില്ല, അതാണ് ഏവ. അസ്യ ജ്യോതിഹി, അല്ലെ, ആത്മാവ് മാത്രമാകുന്നു ജ്യോതിസായിട്ടിരിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ വ്യവഹരിക്കാൻ സഹായിക്കുന്നത് ആത്മാവാകുന്നു. ആത്മാ ഏവ അയം ജ്യോതിഷ ആസ്തേ പല്യേതേ കർമ്മകുരുതേ വിപല്യേതി. എന്ന് വെച്ചാൽ എന്താണ്? ആത്മജ്യോതിയുടെ സഹായത്തിനാലാണ് ഒരാൾ ഇരിക്കുന്നത്, കിടക്കുന്നത്, കർമ്മം ചെയ്യുന്നത്, എല്ലാ വ്യവഹാരവും നടത്തുന്നത് എന്ന് പറയും. ഇനി നമ്മളിപ്പോൾ എഴുതിയില്ലേ, ഇപ്പം നമ്മൾ ആ ആറാമത്തെ മന്ത്രത്തിൻ്റെ ലിറ്ററൽ മീനിങ് മാത്രം പഠിച്ചു. ഇപ്പം നമ്മൾ എഴുതിയില്ല സ്വപ്നാവസ്ഥ എന്നുള്ളത്, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഏഴാമത്തെ മന്ത്രം ഒന്ന് പദച്ഛേദം നടത്തി പാരായണം ചെയ്തിട്ട് അവസാനിക്കാം. നാളെ ദയവായിട്ട് എല്ലാവരും പ്രിപ്പയർ ആയി വരും. ഒരുപാട് എഴുതാനുണ്ട്, ഒരു അര പേജെങ്കിലും എഴുതാനുണ്ട്. അതുകൊണ്ട് ബി പ്രിപ്പയർഡ്. സപ്തമ മന്ത്രം. കഥമ ആത്മാ ഇതി യോയം വിജ്ഞാനമയഃ പ്രാണേഷു ഹൃത്യന്തർജ്യോതിഃ പുരുഷഃ സസമാനഃ. സസമാനഃ ഒരുമിച്ചാണ്, സഹ അല്ല, സസമാനഃ. മൃഡാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ സഹ എന്നാണ് വേർഡ് ബൈ വേർഡിൽ. സസമാന ഒരുമിച്ചുള്ള പദമാണത്. സസമാനഃ സൻ ഉഭൗ. ഒന്നുകൂടെ പറയാം. ഹൃത്യന്തർജ്യോതിഃ പുരുഷഃ സസമാനഃ സൻ ഉഭൗ. സൻ കഴിഞ്ഞ് കോമ, അത് കഴിഞ്ഞ് ഉഭൗ ലോക, അത് വേറെ വാക്കാണ്. സസമാനഃ സൻ ഉഭൗ ലോകൗ അനുസഞ്ചരതി. ഉഭൗ ലോക വേർഡ് ബൈ വേർഡിൽ നോക്കുക, സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക, ശരിയാണത്. ഉഭൗ ലോകൗ അനുസഞ്ചരതി അത് കഴിഞ്ഞ് ബാക്കിയുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യുക. ധ്യായതി ഇവ ലേലായതി ഇവ, അത് കണ്ടസ്ഥാക്കുക ആ വാക്ക്. അതെന്താണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. ധ്യായതി ഇവ ലേലായതി ഇവ സഹി സ്വപ്നോ ഭൂത്വാ ഇമം. സഹി സ്വപ്നോ ഭൂത്വാ കഴിഞ്ഞ് ഭൂത്വാ
ഇമം ലോകം അതിക്രാമതി കോമ മൃത്യോരൂപാണി. ഒന്നുകൂടെ പറയാം. കഥമ ആത്മാ ഇതി യോയം വിജ്ഞാനമയഃ പ്രാണേഷു ഹൃത്യന്തർജ്യോതിഃ പുരുഷഃ സസമാനഃ സൻ ഉഭൗ ലോകൗ അനുസഞ്ചരതി ധ്യായതി ഇവ ലേലായതി ഇവ സഹി സ്വപ്നോ ഭൂത്വാ ഇമം ലോകം അതിക്രാമതി മൃത്യോരൂപാണി. ഒരുമിച്ച് ചൊല്ലാം. സപ്തമ മന്ത്രം. കഥമ ആത്മാ ഇതി യോയം വിജ്ഞാനമയഃ പ്രാണേഷു ഹൃത്യന്തർജ്യോതിഃ പുരുഷഃ സസമാനഃ സൻ ഉഭൗ ലോകൗ അനുസഞ്ചരതി ധ്യായതീവ ലേലായതി ഇവ സഹി സ്വപ്നോ ഭൂത്വാ ഇമം ലോകം അതിക്രാമതി മൃത്യോരൂപാണി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർതൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.